3 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നടന്ന സ്യൂട്ട് കേസ് കൊലപാതകം. ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടാനായിരുന്നു പ്ലാൻ എ. അടുത്ത പ്ലാൻ പണം കിട്ടിയില്ലെങ്കിൽ കൊന്നുകളയുക. 18-കാരിയുടെ ആസൂത്രണത്തിൽ കാമുകനെയും സുഹൃത്തിനെയും കൂട്ടി നടപ്പാക്കിയ ക്രൂര കൊലപാതകം. കൊന്ന് കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിൽ നിറച്ച് അട്ടപ്പാടി ചുരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് സംസ്ഥാനം വിട്ട കൊലയാളികൾ. പക്ഷേ ഫർസാനയുടെ ഫോണിൽ നിന്ന് ബന്ധുവിനെത്തിയ നിർണായക ഫോൺ കോൾ, കാണാതായ വ്യവസായിയുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചതിന്റെ തെളിവുകൾ, കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരി സിദ്ദിഖ് വധക്കേസിൽ പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ കൺമുൻപിൽ കണ്ടതത്രയും ക്രൂരതയുടെ അടയാളങ്ങൾ. റീവിസിറ്റിംഗ് ദ ക്രൈം സീൻ. മെയ് 2-ാം വാരം കോഴിക്കോടുള്ള ഒരു പ്രമുഖ ഹോട്ടൽ വ്യവസായി സിദ്ദിഖ്, അദ്ദേഹത്തെ കാണാനെന്ന് ചൂണ്ടിക്കാട്ടി മകൻ തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. ആ മിസ്സിംഗ് കേസിനെ സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഫർഹാന എന്ന പെൺകുട്ടി, അവൾ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഹണി ട്രാപ്പിലൂടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകത്തിന്റെ കഥകളായിരുന്നു പിന്നീട് കേട്ടതത്രയും. ആദ്യഘട്ടം മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ കൊലപാതകം ഹണി ട്രാപ്പ് ആകാമെന്ന സംശയമുണ്ടായിരുന്നു. കൃത്യം നിർവഹിക്കാൻ ഫർഹാന സുഹൃത്തുക്കളായ ഷിബിലിയെയും ആഷിഖിനെയും ഒപ്പം കൂട്ടി. ഹോട്ടൽ റൂമിലെത്തിച്ച സിദ്ദിഖിന്റെ നഗ്ന ഫോട്ടോ പകർത്തി പണം തട്ടാനായിരുന്നു ഉദ്ദേശം. ആസൂത്രണം പാളിയാൽ പ്ലാൻ ബി എന്ന വണ്ണം കയ്യിലൊരു ചുറ്റികയും കരുതിയിരുന്നു. ഈ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികൾ സിദ്ദിഖിനെ. ചെന്നൈയിൽ നിന്നാണ് പ്രതികളായ ഫർഹാനയും സുഹൃത്ത് ഷിബിലിയും പോലീസിന്റെ പിടിയിലായത്. ഒന്നിച്ചിരുത്തിയും വെവ്വേറെയും ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ അധിക നേരം പിടിച്ചു നിൽക്കാൻ പ്രതികൾക്കായില്ല. എങ്ങനെ കൊന്നു, എന്തിനു കൊന്നു, ആരുടെയെല്ലാം സഹായം ലഭിച്ചു തുടങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥൻ സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികളെല്ലാം തുറന്നു പറഞ്ഞു. പ്രൊഫഷണൽ കില്ലർമാരെ പോലും വെല്ലുന്ന കൊലപാതകം, കൃത്യം നിർവഹിക്കാൻ മികവുറ്റ ആസൂത്രണം. ഫർഹാനയുടെ പിതാവും സിദ്ദിഖും പണ്ടേ സുഹൃത്തുക്കളായിരുന്നു. ഇത് ഫർഹാന മുതലെടുക്കുകയായിരുന്നു. ഈ പരിചയം സിദ്ദിഖിന് ഫർഹാനയോട് അടുപ്പമുണ്ടാക്കി. ഹോട്ടൽ ഉടമയായ സിദ്ദിഖ് സമ്പന്നനാണെന്ന് ഫർഹാനയ്ക്ക് അറിവുണ്ടായിരുന്നു. പണം തട്ടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഹണി ട്രാപ്പിൽ കുടുക്കാൻ തീരുമാനിച്ചത്. ലക്ഷ്യത്തിലേക്കെത്താൻ ഫർഹാന സിദ്ദിഖുമായി കൂടുതൽ അടുപ്പം കാണിച്ചു. സുഹൃത്തുക്കളായ മുഹമ്മദ് ഷിബിലിയും ആഷിഖും ഫർഹാനയ്ക്ക് വേണ്ട പിന്തുണയും നൽകി. ആസൂത്രണത്തിന്റെ ഭാഗമായി ഷിബിലി സിദ്ദിഖിന്റെ ഒളവണ്ണയിലെ ഹോട്ടലിൽ ജോലിക്ക് കയറി. പിന്നീട് അവിടെ ജോലി ചെയ്തുകൊണ്ടായിരുന്നു സകല പ്ലാനിങ്ങും. ഒരു ദിവസം ഫർഹാന സിദ്ദിഖിനെ ഫോണിൽ വിളിച്ച് ഹോട്ടൽ റൂം എടുക്കണമെന്നും താൻ അവിടേക്ക് വരാമെന്നും പറഞ്ഞു. 2 മുറികൾ എടുക്കാനായിരുന്നു നിർദ്ദേശം. ഇതുപ്രകാരം സിദ്ദിഖ എരഞ്ഞിപ്പാലത്തുള്ള ഈ കാണുന്ന ഹോട്ടൽ ഡികാസയിൽ 2 മുറികൾ ബുക്ക് ചെയ്തു. ഫർഹാനയെ പ്രതീക്ഷിച്ച് മുറിയിലെത്തിയ സിദ്ദിഖ് ഞെട്ടി. ഫർഹാനയ്ക്കൊപ്പം ആ മുറിയിൽ ഷിബിലിയും ആഷിഖും ഉണ്ടായിരുന്നു. തന്നെ ഫർഹാന ചതിക്കുകയായിരുന്നുവെന്നും പണം തട്ടാനുള്ള ഹണി ട്രാപ്പാണ് ആ കൂടിക്കാഴ്ചയെന്നും അപ്പോൾ മാത്രമാണ് സിദ്ദിഖിന് മനസ്സിലായത്. സിദ്ദിഖിന്റെ നഗ്ന ഫോട്ടോകൾ പകർത്തി പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. സിദ്ദിഖിനെ നഗ്നനാക്കി ഫോട്ടോ എടുക്കാൻ 3 പേരും ശ്രമിച്ചു. എതിർത്തപ്പോൾ സിദ്ദിഖിന്റെ തലയ്ക്ക് ഷിബിലി ആഞ്ഞടിച്ചു. പിന്നെ നെഞ്ചിനും അടിച്ചു വീഴ്ത്തി. അടികൊണ്ട് ചോര വാർന്ന് താഴെ വീണ സിദ്ദിഖിന്റെ വാരിയലിന് ആഷിഖ് ചവിട്ടി. ഒടുവിൽ സിദ്ദിഖ് മരിച്ചെന്നുറപ്പായപ്പോൾ പ്രതികൾ പുറത്തുപോയി മൃതദേഹം മുറിച്ചു മാറ്റാൻ ഇലക്ട്രിക് കട്ടറും സ്യൂട്ട് കേസും വാങ്ങി. ഹോട്ടൽ മുറിയിലെ കുളിമുറിയിൽ വെച്ച് 3 പേരും ചേർന്ന മൃതദേഹം വെട്ടി നുറുക്കി സ്യൂട്ട് കേസുകളിലാക്കി. പിറ്റേന്ന് സിദ്ദിഖിന്റെ കാറിൽ കടന്നു കളഞ്ഞു.
ആഷിഖിന്റെ പദ്ധതി പ്രകാരം മൃതദേഹം അട്ടപ്പാടി ചുരത്തിലെ 9ാം വളവിൽ നിന്ന് കൊക്കയിലേക്ക് തള്ളി. കൊലപാതക ശേഷം സിദ്ദിഖിന്റെ അക്കൗണ്ടുകളിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപ പിൻവലിച്ചു. പിന്നീട് സിദ്ദിഖിന്റെ കാറിൽ ഷിബിലി ഫർഹാനയെ വീട്ടിലാക്കി. കാർ ചെറുതുരുത്തിയിൽ ഉപേക്ഷിച്ചു. അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ പ്രതികൾ ചെന്നൈയിലേക്ക് കടന്നു. അവിടെ നിന്നും അസമിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ഫർഹാനയെയും ഷിബിലിയെയും പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടി. പ്രതികളെ കണ്ടെത്താൻ വഴിത്തിരിവായത് ഫർഹാന ഒറ്റപ്പാലത്തെ ബന്ധുവുമായി നടത്തിയ ഫോൺ കോളായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ പിടികൂടാനും തെളിവുകൾ കണ്ടെത്താനും പോലീസിനായി. തെളിവെടുപ്പിൽ മൃതദേഹം മുറിക്കാൻ ഉപയോഗിച്ച ഇലക്ട്രിക് കട്ടറും രക്തം തുറയ്ക്കാൻ ഉപയോഗിച്ച തുണിയും പോലീസ് കണ്ടെടുത്തു. മുഹമ്മദ് ഷിബിലി, ഫർഹാന എന്നിവരെ 1ഉം 2ഉം പ്രതികളാക്കിക്കൊണ്ട് നടക്കാവ് പോലീസ് കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 3000 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. പ്രതികളിപ്പോഴും അഴിക്കുള്ളിൽ തന്നെയുണ്ട്. വൈകാതെ കേസിന്റെ വിചാരണ ആരംഭിക്കും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.